ഹലോ ഫ്രണ്ട്സ്, എന്നാണ് വിശേഷം? എന്താണ് പരിപാടിയൊക്കെ? അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് ഒരു പുതിയൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ദ വില്ലേജ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ വരെ ഒന്ന് പോകാമെന്ന് കരുതി. ബസ്സിന് പോകാമെന്നാണ് കരുതിയത്, പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി എഴുന്നേറ്റപ്പം. അപ്പം ഇനി ബസ്സൊക്കെ പിടിച്ച് അങ്ങ് ചെല്ലുമ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ നമുക്ക് ടാക്സിയിൽ പോകാം. അപ്പം നമുക്ക് പോയി അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ദി വില്ലേജ് കേൾക്കുമ്പോൾ ഒരു കൗതുകമില്ലേ? അതെ, ആ കൗതുകം കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. അപ്പം ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം, ദ വില്ലേജ്. നമ്മുടെ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇത് വരുന്നത്. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കും അറിയത്തില്ല. പക്ഷേ ദി വില്ലേജ്, ഹാപ്പിനെസ് പ്ലേസ്. ഇതിനകത്ത് കുറേ മയിലുകളുണ്ട് കേട്ടോ. നമ്മുടെ വെള്ള മയിലുണ്ട് ഇതിനകത്ത്. വെള്ള മയിലിനെ കാണാം. ഇവിടെ കുറേ പക്ഷികളൊക്കെ, ലവ് ബേഡ്സ്, പ്രാവ്, പിന്നെ മയില്, വെള്ള മയില്, അങ്ങനെയുള്ള എല്ലാം കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. സത്യം പറയുന്നത് നമുക്ക് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമായിരിക്കും. അവരെയും കൊണ്ടൊക്കെ വരാൻ നേരത്തെ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരു കുഞ്ഞു കുട്ടി പൂങ്കോഴീനെ കണ്ടത് ആണിച്ചിരിയേ ഉള്ളു. അയാളുടെ കൂടെയൊക്കെയെന്ന് വെച്ചാൽ ഓ വലിയ സെറ്റപ്പല്ല. അവർക്കെല്ലാം ഫുഡൊക്കെ കൊടുത്ത് എല്ലാം ഫുഡ് രീതി കേട്ടോ. അവൻ വലിയ ചാട്ടമായിട്ട്. അവൻ ആണിച്ചിരിയുള്ളതിൽ അവൻ്റെ സൗണ്ടൊക്കെ ഭയങ്കരമാണ്. അവൻ പറന്ന് നടക്കും അവനങ്ങ്. കണ്ട നമ്മുടെ വെള്ളമയില് 2 ഉണ്ട്. നല്ല അടിപൊളി സ്ഥലം. ചെറിയ ചെറിയ സംഭവങ്ങളാണ് നമുക്ക്. ഇവിടെ ആകുമ്പം നമുക്ക് പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള കുറേ സംഭവങ്ങൾ. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടെ വൈകിട്ടാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇവിടുത്തെ ലൈറ്റൊക്കെ ഓണായി കഴിയുമ്പോൾ അടിപൊളി സംഭവമായിരിക്കും. പിന്നെ അവിടെ ആണെങ്കിൽ പിള്ളേരെ ഫുട്ബോള് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, അങ്ങനെ ജിമ്മ്, പ്രെയർ റൂം, കുട്ടികൾക്കുള്ള പാർക്ക്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഒരു ചെറിയൊരു സ്ഥലം, അതിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫുഡാണ് മെയിൻ. കുറേ നമ്മുടെ ജാസ്മിസ്, അങ്ങനെയുള്ള കുറേ ഐസ്ക്രീം ഷോപ്പുകൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ഥലം. കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറയുന്നത് ഇങ്ങനെയുള്ളൊരു സ്ഥലമുണ്ട്, നിങ്ങളൊന്ന് പോയി നോക്ക്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഉള്ള ഒരു ചെടീൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല കളറിൽ അടിപൊളിയായിട്ടുണ്ട്. ഇതിവിടെ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ അപ്പം നമുക്ക്
എയർപോർട്ട് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റ് പോകുന്നതോ വരുന്നതൊക്കെ കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇതുവരെ ഞങ്ങളൊന്നും കണ്ടില്ല. നമുക്ക് പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ കുട്ടി കുട്ടി സംഭവങ്ങളുണ്ട്. കണ്ടോ, എൻ്റെ ബാക്കിൽ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇതാണ് നമ്മുടെ വില്ലേജ്. പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്, കുറച്ച് പാടവും അങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രാമഭംഗി കാണാനാണ് പോകുന്നതല്ലേ. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു വെറൈറ്റിയാണ്. കുറേ ഫുഡ് കോർട്ടും പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്ഥലം. നമുക്കൊരു ഹാപ്പി ആവാൻ പറ്റിയൊരു സ്ഥലം, ഹാപ്പി ലാൻഡ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നല്ല സ്ഥലമാണ്, ഇവിടെ വന്നിരിക്കാൻ അടിപൊളിയാണ്. എനിക്ക് ഇവിടുത്തെ ഈ സീറ്റിങ്സ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. രാജകീയമായ ഒരു പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട്. അതൊരു വലിയ കാര്യമാണ്. നമുക്കിനി ബസ് നോക്കാം.